ഓക്കെ, സോ നമ്മൾ ഇന്ന് CUET UG ഫിസിക്സ് എക്സാമിന്റെ സിലബസിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആകുന്ന ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ തന്നിട്ടുള്ള ഇലക്ട്രിക് ഫ്ലെക്സ്, ഗോസസ് തിയറം, അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം എന്നീ ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇലക്ട്രിക് ഫ്ലെക്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ഫസ്റ്റത്തെ ടോപ്പിക്. പക്ഷെ അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് ഏരിയ വെക്ടർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഞാൻ പറയാൻ പോകുന്നത് ഏരിയ വെക്ടർ എന്താണെന്നാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചും ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്ന് ആദ്യം നമ്മൾ പറയുന്നത് ഏരിയ വെക്ടറിനെ കുറിച്ചാണ്. ഓക്കെ, സോ എന്താണ് ഏരിയ വെക്ടർ? ഞാൻ പറയുമ്പോൾ എല്ലാവരും ചിത്രത്തിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഒരു കംപ്ലീറ്റ് ഏരിയ എസ് എന്ന് പറയുന്നതാണ് ഇവിടെയുള്ള കംപ്ലീറ്റ് ഏരിയ. ആ കംപ്ലീറ്റ് ഏരിയയിലുള്ള ഒരു ചെറിയൊരു പോർഷൻ ആണ് ഡി എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡി എസ് എന്ന് പറയുന്ന ആ ചെറിയൊരു പോർഷന്, പോർഷൻ ഓഫ് ഏരിയ, ആ ചെറിയൊരു പോർഷൻ ഓഫ് ഏരിയയുടെ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ആ പോർഷനിൽ നിന്നും നോർമൽ ആയിട്ട് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾ കണ്ടോ, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് എന്തുണ്ടായിരിക്കാം, ആ ഒരു ഏരിയയുടെ ഏരിയ വെക്ടർ ഉണ്ടായിരിക്കാം. മനസ്സിലായോ? ചിത്രത്തിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. നമ്മൾ ഡി എസ് എന്ന് പറയുന്ന ആ ഒരു ചെറിയ പോർഷനാണ് ഏരിയ എന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ വെക്ടർ ഡി എസ് എങ്ങനെയായിരിക്കും? അതിന് നോർമൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഈ ഏരിയ വെക്ടറിന് എന്തുണ്ടായിരിക്കും? മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, ഡയറക്ഷനും ഉണ്ടായിരിക്കും. ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ ഏരിയയുടെ ആ ഒരു സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, ആ ഒരു ഏരിയ വെക്ടറിന്റെ ഡയറക്ഷന് ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതാണ് ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഇലക്ട്രിക് ഫ്ലെക്സ്, പിന്നെ ഗോസസ് തിയറം, ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെയൊക്കെ മുന്നോടിയായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏരിയ വെക്ടർ എന്താണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ ഏരിയ വെക്ടർ എന്താണെന്ന് പറയണത്. ഓക്കെ, സോ ഏരിയ വെക്ടർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണോ? ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആണ് അല്ലെ? ഒരു ചെറിയൊരു പോർഷൻ ഓഫ് ഏരിയ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയക്ക് നോർമൽ ആയിട്ട് വരുന്നതാണ് ഏരിയ വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ചിത്രത്തിൽ നോക്കുക കേട്ടോ. സോ ഏരിയ വെക്ടർ എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണോ? സോ എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയല്ലേ? ഓക്കെ, സോ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. കണ്ടില്ലേ? ഫൈ എന്ന് കണ്ടില്ലേ? എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇത് നോക്കണേ. ഇപ്പൊ ഒരു സർഫസ് ഉണ്ട്. ഇതൊരു സർഫസ് ആണ്. ഓക്കെ, ഇതൊരു സർഫസ് ആണ്. ഈ സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ഇതൊരു സർഫസ് ആണ്. ആ സർഫസിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് ഈ സർഫസിലൂടെ എത്ര നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് കടന്നു പോകുന്നത്, അതിനെയാണ് ഇവിടെയുള്ള ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. എന്താണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്? ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസിംഗ് ത്രൂ എ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലെക്സ്. ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത്? അവിടെയുള്ള ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കണോ? ഇനി ഈ ഒരു ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാ മെഷർ ചെയ്യാൻ പറ്റുക?
ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് മെഷേർഡ് ആസ് ദ സ്കാലർ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഏരിയ വെക്ടർ, ആ ഒരു ഏരിയ വെക്ടറിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും സ്കാലർ പ്രോഡക്റ്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഈ ചിത്രത്തിലോട്ട് നോക്കണേ. ചിത്രത്തിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഒരു സർഫസ് എസ് കാണാം അല്ലെ. എസ് എന്ന് പറയുന്ന ഒരു സർഫസ് ഉണ്ട്. അതിലൊരു ചെറിയൊരു ആ എസ് എന്ന് പറയുന്ന സർഫസിലെ ചെറിയൊരു പോർഷൻ ആണ് ഡി എസ് എന്ന് പറയുന്നത്. ആ ഡി എസ് എന്ന് പറയുന്ന ആ ചെറിയ പോർഷൻ ഓഫ് ഏരിയയുടെ ഏരിയ വെക്ടർ ആണ് വെക്ടർ ഡി എസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. പിന്നെ ആ ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് വെക്ടർ ഇ എന്ന് പറഞ്ഞ് നമ്മൾ ആ ചിത്രത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് അല്ലെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്താണ്? എങ്ങനെ നമുക്ക് ഇവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാം? ആ ഒരു ഡി എസ് എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു ഏരിയ അല്ലെ, ഡി എസ് എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു ഏരിയയിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആ ഒരു പോർഷൻ ഉള്ള ഡി എസ് എന്ന് പറയുന്ന ചെറിയ പോർഷനിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് ഡി ഫൈ എന്ന് കൊടുക്കാം അല്ലെ. ഫൈ ആണല്ലോ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ, ഫൈ യൂസ് ചെയ്തിട്ടാണല്ലോ. ഓക്കെ. സോ ഡി ഫൈ എന്ന് പറയുന്നത് ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ്, അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡോട്ട് ഡി എസ് ആയിരിക്കും അല്ലെ. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്കാലർ പ്രോഡക്റ്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ ആണ്. അപ്പോ എന്താ ഡി എസ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഡി ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് ഏരിയ എസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എങ്ങനെയായിരിക്കും? നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ചെറിയൊരു പോർഷനിലുള്ളതാണ് ഇ ഡോട്ട് ഡി എസ് എന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് സർഫസ് എസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇന്റഗ്രൽ കൊടുത്താൽ പോരെ? നമുക്ക് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് കൊടുത്താൽ പോരെ? നമുക്കറിയാലേ ചെറിയൊരു പോർഷന്റെ കിട്ടിക്കഴിഞ്ഞാല് കംപ്ലീറ്റ് ആ ഒരു എന്തിനാണെങ്കിലും അതിന്റെ കംപ്ലീറ്റ് നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇന്റഗ്രൽ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുക അല്ലെ, ക്ലോസ്ഡ് ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഫൈ കിട്ടാൻ വേണ്ടി ഇവിടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മതി അല്ലെ. കംപ്ലീറ്റ് ഏരിയ എസ് എന്ന് പറയുന്ന സർഫസിലുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്. ഓക്കെ. സോ ഇത് തന്നെയാണ് നമ്മളുടെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. Okay, so electric flux is measured as the scalar product of electric field and area vector. Okay. മനസ്സിലായില്ല? അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റെയും ഡി എസിന്റെയും സ്കാലർ പ്രോഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് നോക്കാം അല്ലെ. ഇലക്ട്രിക് ഫീൽഡ് ഫൈ അല്ലെ, ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ അല്ലെ. ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ അല്ലെ, സ്കാലർ പ്രോഡക്റ്റ് ആണ്. സോ ഇ ഡി എസ് കോസ് തീറ്റ അല്ലെ. ഈ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് അത് ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാം അല്ലെ, ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ട്? ഒരു ഡയറക്ഷൻ ഉണ്ട്. ചിത്രം നോക്കണേ, പറയുമ്പോൾ ചിത്രം നോക്കണം. ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ വെക്ടർ ഡി എസിനും ഒരു ഡയറക്ഷൻ ഉണ്ട്. ആ രണ്ടെണ്ണത്തിന്റെയും ഇടയിലുള്ള ആ ഒരു ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ. ഓക്കെ. സോ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമുക്കിപ്പോ കിട്ടി. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ചില കേസുകൾ അല്ലെ. നമ്മളിപ്പോ ഇവിടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റയാണ് ഇക്വേഷൻ എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഈ തീറ്റ
തീറ്റ 0 ആകുമ്പോൾ എങ്ങനെയിരിക്കും, 90 ഡിഗ്രി ആകുമ്പോൾ എങ്ങനെയിരിക്കും, അങ്ങനെയുള്ള ഈ ഒരു ഇലക്ട്രിക് ഫ്ലെക്സിലെ ചില കേസുകൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, സോ ഇലക്ട്രിക് ഫ്ലെക്സി ഫൈ ഇസിക്കൽ ടു ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റയാണ്. ആ തീറ്റ എന്ന് പറയുന്നത് അത് 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. അപ്പൊ നമ്മുടെ ചിത്രത്തിൽ ചിത്രം നോക്കണേ എല്ലാവരും. ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ? ചിത്രം നോക്കണേ. ഇലക്ട്രിക് ഫീൽഡ് കണ്ടില്ലേ? പിന്നെ വെക്റ്റർ ഡി എസ് കണ്ടോ? ഏരിയ വെക്ടർ കണ്ടോ? അവ തമ്മിലുള്ള ആംഗിൾ എത്രയാ ചിത്രത്തില്? അവ തമ്മിലുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രി അല്ലേ? സോ അങ്ങനെ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റയാണ് നമ്മുടെ ഇക്വേഷൻ. സോ തീറ്റ 0 ഡിഗ്രി ആണെങ്കിൽ ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് 0 ഡിഗ്രി. കോസ് 0 ഡിഗ്രി എത്രയാ? കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ് അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അവിടെ ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് എഴുതാം അല്ലേ? സോ നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് മാക്സിമം ഫ്ലെക്സ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചുള്ള മാക്സിമം ഫ്ലെക്സ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഇ ഡി എസ് ആണ്. അത് നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിള് 0 ഡിഗ്രി ആകുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് പോലെ അങ്ങനെ ആകുമ്പോഴാണ്, തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് ആ ഒരു സർഫസിൽ മാക്സിമം ഫ്ലെക്സ് കിട്ടുന്നത്, മാക്സിമം ഇലക്ട്രിക് ഫ്ലെക്സ് കിട്ടുന്നത്. ഓക്കെ, സോ തീറ്റ 0 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം ഇലക്ട്രിക് ഫ്ലെക്സ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തീറ്റ എന്ന് പറയുന്നത് അത് 90 ഡിഗ്രി ആണെങ്കിലോ? ഇപ്പൊ നിങ്ങൾ ചിത്രത്തിൽ നോക്കാം. ചിത്രത്തിൽ എങ്ങനെയാണ്? ഒരു സർഫസ് ഉണ്ട്. സർഫസിന് എങ്ങനെയാണ്? സർഫസിന് പാരലൽ ആയിട്ടാണ് ഇവിടെ ഇലക്ട്രിക് ഫ്ലെക്സ് ഉള്ളത് അല്ലെ? സോറി, ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് അല്ലെ? ഈ എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് സർഫസിന് പാരലൽ ആയിട്ടാണ് ഇവിടെ ഉള്ളത് അല്ലെ? ഇനി അതുപോലെ തന്നെ ഏരിയ വെക്ടറോ? ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ആ ഒരു ഏരിയക്ക് നോർമൽ ആയിട്ടാണ് ഏരിയ വെക്ടർ ഡി എസ് ഉണ്ടായിരിക്കുക അല്ലെ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആണ്, ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടർ ഡി എസിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് അത് 90 ഡിഗ്രി ആണ് അല്ലെ? സോ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം അല്ലെ? ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ്, ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ അല്ലെ? സോ തീറ്റ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് 90 ഡിഗ്രി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. കോസ് 90 ഡിഗ്രി എത്രയാ? കോസ് 90 ഡിഗ്രി 0 ആണ് അല്ലെ? കോസ് 90 ഡിഗ്രി എന്ന് പറയുന്നത് 0 ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഫൈ എത്ര കിട്ടും? ഇലക്ട്രിക് ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു എന്താകും? 0 ആയിട്ട് പോകും അല്ലെ? സോ ഫൈ ഈസ് ഈക്വൽ ടു 0 അല്ലെ? ഇലക്ട്രിക് ഫ്ലെക്സ് 0 ആയിട്ട് കിട്ടും. സോ ഇതാണ് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മിനിമം ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും മിനിമം ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് ഫൈ ഈസ് ഈക്വൽ ടു 0. നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിള് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോഴാണ് നമുക്ക് മിനിമം ഫ്ലെക്സ് കിട്ടുന്നത്, മിനിമം ഇലക്ട്രിക് ഫ്ലെക്സ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്ക് മാക്സിമം ഇലക്ട്രിക് ഫ്ലെക്സ് കിട്ടുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 0 ഡിഗ്രി ആകുമ്പോഴും മിനിമം ഇലക്ട്രിക് ഫ്ലെക്സ് കിട്ടുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആകുമ്പോഴും ആണെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കി അല്ലെ? ഓക്കെ, ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഫ്ലെക്സിന്റെ യൂണിറ്റ് എന്താണ്, ഡയമെൻഷൻ എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, സോ ഇലക്ട്രിക് ഫ്ലെക്സിന്റെ യൂണിറ്റ് നമ്മൾ യൂണിറ്റ് നമ്മൾ എങ്ങനെയാ കാണാ? ഏതൊരു നമ്മൾ ഫിസിക്സിലുള്ള എന്തൊരു ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് നമ്മൾ എങ്ങനെയാ കാണുന്നത്? അതിന്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് അല്ലെ? സോ ഓക്കെ, ഇലക്ട്രിക് ഫ്ലെക്സിന്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് ഫ്ലെക്സ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് അല്ലെ? ആ, ഇനി ഇതിന്റെ യൂണിറ്റ് നമുക്ക് എങ്ങനെ കിട്ടാം? ഇതിന്റെ യൂണിറ്റ് എന്താ? ഈ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഇക്വേഷൻ എന്താ? എഫ് ബൈ ക്യൂ ആണല്ലേ? ഇ ഈസ് ഈക്വൽ ടു ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ ആണെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു ഇ എന്ന് പറയുന്നത് എഫ് ബൈ ക്യൂ ആണ് അല്ലെ? സോ എഫ് ബൈ ക്യൂ ഡോട്ട് ഡി എസ് അല്ലെ?
ഓക്കെ. സോ സോ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് നമുക്ക് ഇന്റഗ്രൽ എഫ് ബൈ ക്യൂ ഡോട്ട് ഡി എസ് എന്ന് എഴുതാം. ഇനി എഫിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. ക്യൂവിന്റെ യൂണിറ്റോ? കൂളംബ് അല്ലെ? ഡി എസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയയാണ് അല്ലെ? ഏരിയ വെക്ടർ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ അല്ലെ? ഏരിയയുടെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ ആണ് അല്ലെ? ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്ത് കിട്ടും? ന്യൂട്ടൺ കൂളം റേസ് ടു -1 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും അല്ലെ? സോ എൻ സി റേസ് ടു -1 മീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ് അല്ലെ? ഇത് മാത്രമല്ല, വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടി ഇലക്ട്രിക് ഫ്ലക്സിനുണ്ട് കേട്ടോ. എന്താണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടി ഇലക്ട്രിക് ഫ്ലക്സിനുണ്ട്. ഓക്കെ. ഓക്കെ, സോ യൂണിറ്റ് കിട്ടിയില്ലേ? ഇനി നമുക്ക് ഡയമെൻഷൻ പറയാം അല്ലെ? ഓക്കെ, സോ ഡയമെൻഷൻ ഇലക്ട്രിക് ഫ്ലക്സിന്റെ നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് ഡയമെൻഷനും കിട്ടുക അല്ലെ? ഓക്കെ, സോ ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എഫ് ബൈ ക്യൂ ഡോട്ട് ഡി എസ് ആണ് അല്ലെ നമ്മളുടെ ഇക്വേഷന്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ എങ്ങനെയാ നമുക്ക് കാണാം? എഫിന്റെ ഡയമെൻഷൻ എന്താടാ? എന്താ എഫിന്റെ ഡയമെൻഷന്? എഫിന്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു -2 അല്ലെ? ഇനി ക്യൂവിന്റെ ഡയമെൻഷൻ എന്താ? ഐ ടി അല്ലെങ്കിൽ എ ടി അല്ലെ? എ ടിയും ഉപയോഗിക്കാറുണ്ട്, ഐ ടിയും ഉപയോഗിക്കാറുണ്ട്. സോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഐ ടി ആണ് കേട്ടോ. അപ്പൊ ഐ ടി നിട്ടു. ഇനി ഏരിയയുടെ യൂണിറ്റ് എന്താ? ഏരിയ വെക്ടറിന്റെ യൂണിറ്റ് എന്താവും? സോറി, ഏരിയ വെക്ടറിന്റെ ഡയമെൻഷൻ എന്താവും? എൽ സ്ക്വയർ ആണ് അല്ലെ? എൽ സ്ക്വയർ അല്ലേ? ഓക്കെ, സോ എൽ സ്ക്വയർ ഇട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ എന്ത് കിട്ടും? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ എം എൽ ക്യൂബ് ടി റേസ് ടു -3 ഐ റേസ് ടു -1 എന്ന് കിട്ടും അല്ലെ? എന്താണ് ഡയമെൻഷൻ? എം എൽ ക്യൂബ് ടി റേസ് ടു -3 ഐ റേസ് ടു -1 ഇല്ലേ? കിട്ടിയില്ല നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഇത് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അല്ലെ? അല്ലേ? ഓക്കെ, സോ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ യൂണിറ്റ് എന്താന്ന് പഠിച്ചു. യൂണിറ്റ് എന്താണ്? എൻ സി റേസ് ടു -1 മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് അല്ലെ? ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ നമ്മൾ കണ്ടെത്തിയത് എം എൽ ക്യൂബ് ടി റേസ് ടു -3 ഐ റേസ് ടു -1 ആണ് അല്ലെ? അപ്പൊ യൂണിറ്റും കിട്ടി, ഡയമെൻഷനും കിട്ടി അല്ലെ? ഓക്കെ, സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് സ്കെലാർ ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി ആണോ? ഈ ഡോട്ട് ഡി എസ് ആണല്ലേ? അപ്പൊ എന്ത് ക്വാണ്ടിറ്റി ആണ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി അല്ലെ? അത് മറക്കരുത് കേട്ടോ. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റും. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റും എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഓർത്തിരിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മൾ സിമ്പിൾ ആക്കി അങ്ങനെ വിട്ട് കളയരുത്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാരണം അത് നേരിട്ട് ഇ ഡോട്ട് ഡി എസ് ആയതുകൊണ്ടേ, ഇ എന്ന് പറയുന്നതിന് നമ്മൾ എഫ് ബൈ ക്യൂ എന്ന് പറഞ്ഞ അങ്ങനെ പോണല്ലോ. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ഫ്ലക്സിന് യൂണിറ്റ് ചോദിക്കാം. ഓക്കെ, സോ ഇമ്പോർട്ടന്റ് ആണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റ്. ഓക്കെ, സോ ഇലക്ട്രിക് ഫ്ലക്സിന്റെ യൂണിറ്റും ഡയമെൻഷനും ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദി ഇലക്ട്രിക് ഫ്ലക്സ്. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ പറഞ്ഞൊക്കെ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സിനെ കുറിച്ചാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഒരു ടോപ്പിക് ആണ്. അത് ഏതാണ്? ഗോസസ് തിയറം. എന്താണ്? ഗോസസ് തിയറം. ഓക്കെ, ഗോസസ് തിയറം എന്താന്ന് നോക്കാം അല്ലെ? ഗോസസ് തിയറം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിന്റെ ഡെഫിനിഷനിലോട്ട് പോകാം. ഓക്കെ, സോ ആദ്യം തന്നെ നിങ്ങൾ ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഗോസസ് തിയറം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ ഒരു ചാർജ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് നമ്മൾ എവിടെയോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ക്യൂ എവിടെ ഒരു ചാർജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും എന്തുണ്ടായിരിക്കും ഇവിടെ? ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും അല്ലെ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ ഒരുപാട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് അവിടെ റെഡ് കളറായിട്ട് കൊടുത്തിട്ടുള്ളത്.
ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്തു, ഞാനെന്നല്ല, അവിടെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു ഒരു സർഫസ് കൊണ്ടുവന്നിട്ട് ആ ചാർജിനെ കൊണ്ടുവന്നിട്ട് ഒരു സർഫസ് കൊണ്ടുവന്ന് നമ്മൾ എന്താണ് സർഫസിന്റെ ഉള്ളിലാക്കി വെക്കുകയാണ്. ഓക്കെ. ചാർജിന് ചുറ്റും നമ്മളൊരു അതിനെ കവർ ചെയ്തുകൊണ്ട് ആ ചാർജിനെ ഫുള്ളി കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു സർഫസ് വെക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ചാർജിന് ചുറ്റും നമ്മൾ വെക്കുന്ന സർഫസ് ഏതായിരിക്കും? സ്ഫിയർ. നമുക്ക് സ്ഫിയർ വെക്കാം അല്ലെ? ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു സ്ഫിയർ ആണ് ആ ഒരു ചുറ്റും വരച്ചിട്ടുള്ള സർഫസ്. ഓക്കെ. അപ്പൊ എന്താണ് ഗോസസ് തിയറത്തിൽ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഗോസസ് തിയറം എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഇങ്ങനെ ഒരു ചാർജിനെ നമ്മളൊരു സ്ഫിയറിന്റെ അകത്ത്, ഒരു ചാർജിനെ നമ്മളൊരു സർഫസിന്റെ അകത്ത് നമ്മൾ എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാല് ആ സർഫസിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് എന്താ? ഒരു സർഫസിലൂടെ കടന്നു പോകുന്ന നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്, അല്ലെ? സോ ആ സർഫസിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത് അത് ആ സർഫസിന്റെ അകത്ത് വെച്ചിട്ടുള്ള ചാർജിന്റെ എപ്സിലോൺ 0 ടൈംസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനെ ചാർജ് ഇൻറ്റു 1/ε0 ടൈംസ് ആയിരിക്കും അവിടെയുള്ള ആ സർഫസിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് എന്നാണ് എന്തിൽ പറയുന്നത്? ഗോസസ് തിയറത്തിൽ പറയുന്നത്. എന്താ പറയണത്? ഒരു ചാർജ് നമ്മൾ ഒരു സർഫസിന്റെ അകത്താക്കി വെച്ച് കഴിഞ്ഞാല് ആ സർഫസിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫ്ലെക്സ് വിൽ ബി ഈക്വൽ ടു ഉള്ളിൽ വെച്ചിരിക്കുന്ന ചാർജ് ഇൻറ്റു 1/ε0 ടൈംസിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. സോ നമുക്കൊന്ന് ഡെഫിനിഷൻ വായിച്ചു. Okay. So Gauss's theorem. This theorem states that total electric flux through a closed surface is equal to 1/ε0 times total charge enclosed by the surface. Clear അല്ലേ? അല്ലെ? ചിത്രം കൂടി നോക്കുമ്പോൾ ക്ലിയർ അല്ലേ? ഒന്നുകൂടി വായിക്കാം. Gauss's theorem states that total electric flux through a closed surface is equal to 1/ε0 times total charge enclosed by the surface. Okay. Okay. So അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to Q/ε0 അല്ലെ? According to Gauss's theorem, what we can write? Phi is equal to Q/ε0 അല്ലെ? ഓക്കെ. സോ ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആണ് അല്ലെ? ഓക്കെ. സോ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു Q/ε0. ഇതാണ് ഗോസസ് തിയറം പറയുന്നത്. ഓക്കെ. സോ നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഗോസസ് തിയറം നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ രണ്ട് പ്രധാനപ്പെട്ട കണ്ണികൾ ആരൊക്കെയാണ് ഈ ഗോസസ് തിയറത്തിലെ? ഒന്ന് ആ ചാർജ് അല്ലെ? രണ്ടാമത്തതോ ആ ഒരു നമ്മൾ ആ ഒരു സർഫസ്, എവിടെയാണോ ഇലക്ട്രിക് ഫ്ലക്സ് കിട്ടുന്നത് ആ ഒരു സർഫസ് അല്ലെ? ഇങ്ങനെ നമ്മൾ ഈ ഗോസസ് തിയറത്തിൽ നമ്മൾ ഈ പറഞ്ഞ ആ സർഫസ് ഉണ്ടല്ലോ, ആ സർഫസിനെ നമ്മൾ വിളിക്കാം ഗോഷിയൻ സർഫസ് എന്നാണ് വിളിക്കുക. ഓക്കെ. ഈ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോ ക്വസ്റ്റ്യനിലൊക്കെ ഗോഷിയൻ സർഫസ് എന്നാ പറയാം. ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു തിയറത്തിൽ നമ്മൾ ആ ഒരു ചാർജ്ഡ് ബോഡിക്ക് ചുറ്റും വെക്കുന്ന ആ ഒരു സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗോഷിയൻ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഗോസസ് തിയർ എന്താന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഇക്വേഷന് എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 അല്ലെങ്കിൽ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു Q/ε0 അല്ലെ? ഓക്കെ. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു സംഭവമാണ് നമുക്ക് അല്ലെ, നമ്മൾ നിങ്ങൾ പ്ലസ് ടു എക്സാം ആണെന്നുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്ന അല്ലെ ഒരു ഭാഗമാണിത് അല്ലെ? ഓക്കെ. അപ്പോ വളരെ പ്രധാനപ്പെട്ട നമ്മൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണിത് അല്ലെ? എന്താണ്? അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം. എന്താണ് അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് തിയറം? 3 ഉണ്ട് അല്ലെ? ഏതൊക്കെയാണ്? എന്തിനാ നമ്മൾ ഗോസസ് തിയർ ഉപയോഗിക്കുന്നത്? ഒരു ചാർജ്ഡ് ബോഡി അല്ലെ?
ഒരു ചാർജ്ഡ് ബോഡി ഉണ്ടെങ്കിൽ ആ ചാർജ്ഡ് ബോഡിയുടെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോസസ് തിയറം ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മൂന്ന് ചാർജ്ഡ് ബോഡികളുടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ ഗോസസ് തിയറം ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. ഏതിന്റെയൊക്കെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? നമ്മള് ഒരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അല്ലെ ആദ്യം ഗോസസ് തിയറം ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗോസസ് തിയറം ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് ഒരു ചാർജ്ഡ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ഗോസസ് തിയറം ഉപയോഗിക്കുന്നുണ്ട്. സോ നമ്മൾ ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മൂന്നെണ്ണാണ്. ഒന്ന്, ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ. Second, to find electric field due to thin sheet of charge. Third, to find electric field due to a charged hollow spherical conductor. Okay. So നമുക്ക് ആദ്യത്തേത് പറയല്ലേ. ഒന്നാമത്തേത് ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ ആണ്. ഒരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ, അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ആദ്യം നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, സോ ഈ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വരയ്ക്കേണ്ടത്? ഈ ഡെറിവേഷൻ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് വരക്കണം? ആദ്യം നമ്മളൊരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ വരക്കും അല്ലെ? ഓക്കെ, സോ നമ്മൾ ചിത്രത്തിൽ ഒരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ നമ്മൾ ആദ്യം വരക്കണം അല്ലെ? ഈ ചിത്രത്തിൽ ഡാർക്ക് കളറായിട്ട് കാണിച്ചിട്ടുള്ളതാണ് ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ അല്ലെ? ഓക്കെ, പിന്നെ നമ്മൾ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഗോസസ് തിയർ ആണ് അല്ലെ? അപ്പോ ഗോസസ് തിയർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ചാർജ്ഡ് ബോഡിയെ നമ്മളൊരു സർഫസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം അല്ലെ? അത് നമ്മൾ ഡെഫിനിഷനിലുള്ള സംഭവമാണ് അല്ലെ? ഗോസസ് തിയറത്തിന്റെ ഡെഫിനിഷനിലുള്ള സംഭവമാണ് ഒരു സർഫസിനകത്ത് എൻക്ലോസ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ചാർജ്ഡ് ബോഡിക്ക് ചുറ്റും നമ്മളൊരു സർഫസ് കൊണ്ട് ആ ചാർജ്ഡ് ബോഡിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു അല്ലെ? അത് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്? നമുക്കിപ്പോ ഇവിടെ എന്താ കണ്ടെത്തേണ്ടത്? ഒരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ ഉണ്ട്. ആ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിൽ നിന്നും കുറച്ച് അതിന്റെ അടുത്തായിട്ട് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ചിത്രത്തിൽ നോക്കണേ. ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ ഉണ്ട്. ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന്റെ കുറച്ച് അടുത്തായിട്ട് പി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പി എന്ന് പറയുന്ന പോയിന്റില് ആ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ആ പി എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണെന്നാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് അറിയേണ്ടത്. എന്താണ്? ഒരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ ഉണ്ട്. ഒരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിന്റ്, ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന് കുറച്ചടുത്തുള്ള പോയിന്റ് ആണ് പി, അതിന്റെ അടുത്തുള്ള പോയിന്റ് ആണ് പി. ആ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഗോസസ് തിയർ ആണ്. ഗോസസ് തിയറം വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണത്, കണ്ടെത്തണത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ പി എന്ന് പറയുന്ന പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന് ചുറ്റും നമ്മളൊരു ഗോഷിയൻ സർഫസ് വരക്കും. ഇവിടെ നമുക്ക് ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വരക്കാൻ പറ്റുന്ന ഗോഷിയൻ സർഫസ് എന്ന് പറയുന്നത് അതൊരു സിലിണ്ടർ ആണ് അല്ലെ? അപ്പൊ ഒരു സിലിണ്ടർ ആണ് നമ്മൾ ഇവിടെ വരക്കുന്നത് അല്ലെ? ആ സിലിണ്ടറിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണാം അല്ലെ? ആ സിലിണ്ടറിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർ. സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ് എത്ര? എൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഡെറിവേഷനിലോട്ട് പോവാം അല്ലെ? അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം, ഇലക്ട്രിക് ഫീൽഡ് അല്ലെ, നമ്മളുടെ ഗോസസ് തിയർ ആണ് ഇത് അല്ലെ? ഗോസസ് തിയറത്തിലെ ഇക്വേഷനിൽ വരുന്ന പ്രധാന രണ്ട് സംഭവങ്ങൾ എന്താണ്? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ആണ് അല്ലെ? ഇലക്ട്രിക് ഫ്ലെക്സ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇലക്ട്രിക് ഫ്ലെക്സിലെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ എന്താണ്? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ആണ്. അപ്പൊ നമ്മൾ അതും നമ്മൾ എന്ത് ചെയ്യണം? ചിത്രത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാവും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിക്ക് എങ്ങനെയാവും?
ആ പി എന്ന് പറയുന്ന പോയിന്റാണ് നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലേ? പി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? വെക്ടറി അല്ലെ? ചിത്രത്തിൽ കാണിച്ച പോലെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനോ? ആ ഒരു പോയിന്റില് ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമുക്കറിയാം നമ്മൾ എവിടെയാണോ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു പോയിന്റിലുള്ള ഏരിയക്ക് നോർമൽ ആയിട്ടാണ് ഏരിയ വെക്ടർ വരിക അല്ലെ? ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. അപ്പൊ ചിത്രത്തിൽ കാണിച്ച ആ ഒരു ഡയറക്ഷനിലായിരിക്കും ആ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ അല്ലെ? ഒന്നുകൂടി ഞാൻ പറയാണ്, ചിത്രത്തിൽ കാണിച്ച അതേപോലെ ആയിരിക്കും. നിങ്ങൾ ചിത്രം ശ്രദ്ധിക്കണേ. ചിത്രത്തിൽ കാണിച്ച ഏരിയ വെക്ടറിന്റെ ആ ഡയറക്ഷന് തന്നെ ആയിരിക്കും പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ അല്ലെ? ഓക്കെ. സോ നമ്മള് ഇവിടെ ഈ ഒരു ചാർജ് സ്ട്രേറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഗോസസ് തിയറം ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്താണ് ഡെറിവേഷൻ നമ്മൾ എടുത്ത് എഴുതേണ്ടത്? ഗോസസ് തിയറം ഉപയോഗിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എടുത്ത് എഴുതേണ്ട ഇക്വേഷൻ ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ ആയിരിക്കണം അല്ലെ? അപ്പോ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 അല്ലെ? അക്കോർഡിംഗ് ടു ഗോസസ് തിയറം ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. എക്സ്പാൻഡ് ചെയ്യാം. ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി ഇവിടെ ചിത്രത്തിൽ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, തീറ്റ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിക്കേ. തീറ്റ എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ തീറ്റ ചിത്രത്തിൽ നോക്കിയിട്ട് പറഞ്ഞേ, ഇയുടെ ഡയറക്ഷനും ഡി എസിന്റെ ഡയറക്ഷനും നോക്കിയിട്ട് പറഞ്ഞേ, തീറ്റ എത്രയാ? ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ ആണ് അല്ലെ? അപ്പൊ തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. ഓക്കെ. സോ തീറ്റ 0 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കോസ് 0 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ആണ് അല്ലെ? അപ്പോ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ലെഫ്റ്റ് ഭാഗത്ത് ഇന്റഗ്രൽ ഇ ഡി എസ് എന്ന് നമുക്ക് കിട്ടും അല്ലെ? ഇന്റഗ്രൽ ഇ ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 അല്ലെ? ഓക്കെ. ഇനി വേറൊരു കാര്യം നമ്മളിവിടെ നമ്മളിവിടെ ഈ ഡെറിവേഷൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ചാർജ് ഡെൻസിറ്റി? ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ ഉണ്ടല്ലോ, ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ. ആ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയറിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇവിടെ ലെങ്ത് ആണ് അല്ലെ? ഒരു ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് അതിന്റെ ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. വയർ ആണല്ലോ. അപ്പോ ഒരു ചാർജ് സ്ട്രെയിറ്റ് വയർ ആയതുകൊണ്ട് അതിന്റെ ലെങ്ത് ആണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഓക്കെ. സോ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? ലാംഡ എന്ന് പറയുന്നത് ഏതൊരു ചാർജ് ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്താ ചെയ്യാം? എത്രയാണോ അവിടെയുള്ള ചാർജ് ഡിവൈഡ് ചെയ്യണം. അവിടെ നമ്മൾ ഏത് ചാർജ് ഡെൻസിറ്റി ആണോ കാണുന്നത്, ഇപ്പൊ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ചാർജിനെ. സർഫസ് ചാർജ് ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സർഫസ് കൊണ്ടാണ് ചാർജിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇവിടെ നമ്മൾ ചാർജ്ഡ് സ്ട്രെയിറ്റ് വയർ ആയതുകൊണ്ട് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് എടുക്കുന്നത്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ആയിരിക്കും. ക്യൂ ബൈ എൽ. ഓക്കെ. ക്യൂ ബൈ എൽ. ഓക്കെ. ഓക്കെ. സോ ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എൽ ആണെന്നുണ്ടെങ്കിൽ ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ എൽ അല്ലെ? ക്യൂ ഈസ് ഈക്വൽ ടു ലാംഡ എൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടില്ലേ? ലാംഡ എൽ. ചാർജ് ഡെൻസിറ്റി വെച്ചിട്ട് ക്യൂവിന് ഒരു ഇക്വേഷൻ കിട്ടി, ലാംഡ എൽ. ഈ ചാർജ് ഡെൻസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാർജിന്റെ ഈ ഒരു ലാംഡ എൽ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ. സോ ഇന്റഗ്രൽ ഇ ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂന്റെ പ്ലേസിൽ ലാംഡ എൽ എന്ന് ഇട്ട് കൊടുത്തു. നമ്മൾ ഡിവൈഡ് ചെയ്യണം എപ്സിലോൺ 0. ഓക്കെ. സോ ഈ ഇന്റഗ്രൽ ds ഈസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ
സോറി, നമ്മൾ ഇന്റഗ്രൽ ഇ ഡി എസ് ഇസ്ക്വൽ ലാംഡ ബൈ എപ്സിലോൺ 0 ആണ് അല്ലെ. ഇനി നിങ്ങൾ നോക്കിക്കേ ഇവിടെ ചിത്രം നോക്ക് കേട്ടോ. ചിത്രത്തിൽ നോക്കിക്കേ, ചിത്രത്തിലെ ആ ഒരു സർഫസിൽ എവിടെയാണെന്നുണ്ടെങ്കിലും, ആ ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ലേ? ആ സർഫസിലെ എല്ലാ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ലേ? സർഫസിൽ എല്ലായിടത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവൂലേ? അപ്പൊ ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ അവിടെ? ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു ഇന്റഗ്രലിന്റെ അകത്ത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പിടിച്ച് പുറത്തേക്ക് ഇടും അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രലിൽ നിന്നും പുറത്തേക്ക് ഇടണം ഇനെ അല്ലെ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഇന്റഗ്രൽ ഡി എസ് ഈസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം അല്ലെ. ഓക്കെ, ഇനി ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? ഇന്റഗ്രൽ ഡി എസ് എന്താ? ഡി എസ് എന്ന് പറയുന്നത് നമുക്ക് കാണാം. ആ ഒരു പിക്ചർ നോക്കണേ. ഡി എസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പോർഷൻ ആണ് അല്ലെ. ആ ഒരു ഏരിയയിലുള്ള സിലിണ്ടറിന്റെ ഏരിയയിലുള്ള ചെറിയൊരു പോർഷൻ ആണ് ഡി എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കംപ്ലീറ്റ് ആ സിലിണ്ടറിന്റെ കംപ്ലീറ്റ് ഏരിയ ആയിരിക്കും അല്ലെ. സിലിണ്ടറിന്റെ ഏരിയ എത്രയാ? 2πr അല്ലേ സിലിണ്ടറിന്റെ ഏരിയന്റെ ഇക്വേഷന്. സോ ഇന്റഗ്രൽ ടി എസ് എന്നുള്ളടത്ത് നമുക്ക് 2πrl എന്ന് ഇട്ട് കൊടുക്കാം അല്ലെ. സോ ഇ ഇൻറ്റു 2πrl ഈസ് ഈക്വൽ ടു ലാംഡ എൽ ബൈ എപ്സിലോൺ 0. ഓക്കെ, സോ നമ്മളിപ്പോ ഇത്രയും ചെയ്തത് എന്തിനാണ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ദ ചാർജ്ഡ് സ്ട്രേറ്റ് വയർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇത്രയും ചെയ്തത് അല്ലെ. സോ നമുക്കിപ്പോ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇക്വേഷനിൽ അല്ലെ. സോ നമുക്ക് ഈ നമ്മളുടെ ഇക്വേഷനിലുണ്ട്. നമ്മൾ 2πrl എന്ത് ചെയ്യുക? നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇ ഈസ് ഈക്വൽ ടു 1/2πrl ഇൻറ്റു ലാംഡ എൽ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും അല്ലെ. നമുക്ക് മുകളിലും താഴെ എന്തുണ്ട്? എൽ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് രണ്ട് പ്ലേസും നമുക്ക് എന്ത് ചെയ്യാം? എല്ല് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ എല്ലുണ്ട്, ഇവിടെ എല്ലുണ്ട്. ആ രണ്ട് പ്ലേസും നമുക്ക് എല്ല് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇ ഈസ് ഈക്വൽ ടു 1/2π∈0 ഇൻറ്റു ലാംഡ ബൈ ആർ എന്ന ഇക്വേഷൻ കിട്ടും. ഇതെന്താണിത്? ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജ്ഡ് സ്ട്രേറ്റ് വയർ ആണ്. സോ നമ്മള് ഗോസസ് തിയറം ഉപയോഗിച്ചിട്ട് ഒരു ചാർജ്ഡ് സ്ട്രേറ്റ് വയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇ ഈസ് ഈക്വൽ ടു 1/2π∈0 ഇൻറ്റു ലാംഡ ബൈ ആർ. ഓക്കെ, ഈ ഡെറിവേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? നമുക്ക് അടുത്ത ഡെറിവേഷനിലോട്ട് പോവാം അല്ലെ. നമുക്ക് ഗോസസ് തിയറത്തിന്റെ സെക്കൻഡ് ആപ്ലിക്കേഷനിലോട്ട് പോകാം. ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു തിൻ ഷീറ്റ് ഓഫ് ചാർജ്. ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജ്, ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു തിൻ ഷീറ്റ്. ചാർജിന്റെ ഒരു തിൻ ഷീറ്റ് ഉണ്ട്. ആ തിൻ ഷീറ്റിൽ നിന്നും അതിന്റെ കുറച്ച് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റ്. ചിത്രം നോക്കണേ. പി എന്ന് പറയുന്ന പോയിന്റ് കണ്ടോ? പി അല്ലെ. പി എന്ന് പറയുന്ന പോയിന്റ് കണ്ടില്ലേ? ഇനി ആ പോയിന്റില് ആ ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജിൽ നിന്നും ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഈ ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ പി എന്ന് പറയുന്ന പോയിന്റിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, ആ ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജിനെ കവേർഡ് ചെയ്തുകൊണ്ടും നമുക്ക് വരക്കാൻ പറ്റുന്ന ഒരു ഗോഷിയൻ സർഫസ്. അതെങ്ങനെയാണ്? എങ്ങനെയാണ്? ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു സിലിണ്ടർ ആണ് നമുക്ക് ഇവിടെ വരക്കാൻ പറ്റുക അല്ലെ. തിൻ ഷീറ്റ് ഓഫ് ചാർജിന് ചുറ്റും അല്ലെ. അപ്പൊ നമ്മൾ പീനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ഗോഷിയൻ സർഫസ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വരക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, സോ
സോ നിങ്ങൾ ഈ വരക്കുന്ന ഈ സിലിണ്ടർ ഒന്ന് നോക്കണം. സിലിണ്ടറിന്റെ 3 സർഫസുകളാണ് ഇതിനുള്ളത്. ഒന്ന് അതിന്റെ 2 എൻഡുകൾ, പിന്നെ അതിന്റെ ആ ഒരു മെയിൻ ബോഡി പാർട്ട് അല്ലെ, അതിന്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഭാഗം, ഒന്ന് അതിന്റെ 2 എൻഡുകളും, പിന്നെ അതിന്റെ ആ ഒരു ലെങ്ത് ഉള്ള ഭാഗവും. അപ്പൊ അതിന്റെ 2 എൻഡിലും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഡി എസിന്റെയും ഡയറക്ഷൻ നോക്കാം. വലത്ത് ഭാഗത്തുള്ള എൻഡിന്റെ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനും ഡി എസിന്റെ ഡയറക്ഷനും നോക്കിക്കേ, എങ്ങനെയായിരിക്കും? രണ്ടും അല്ലെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെയാന്ന് അല്ലെ, തിൻ ഷീറ്റ് ഓഫ് ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? വലത്തേ ഭാഗത്തേക്കായിരിക്കും. ആ ഭാഗത്തുള്ള ഡി എസിന്റെ ഡയറക്ഷനും എങ്ങനെയായിരിക്കും? നോർമൽ ആണ്. ആ ഒരു എൻഡിന്റെ സർഫസിന് നോർമൽ ആയിട്ട് അങ്ങനെ വരും. ഇനി അതുപോലെ പിന്നെ അടുത്ത ആ ഒരു ഞാൻ 1, 2, 3 നിട്ടുണ്ട്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടോ? 1, 2, 3 നിട്ടുണ്ട്. ഇനി അതിൽ 2 ഇട്ട ഭാഗത്തുള്ള അവിടെയുള്ള അവിടെയാണ് നമ്മൾ ഡി എസ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡി എസിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമുക്ക് കാണല്ലേ, അതിന് ഏരിയക്ക് നോർമൽ ആകുമ്പോൾ താഴോട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാ അവിടെ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷന് അല്ലെ എങ്ങനെയായിരിക്കും? ഡി എസിന് പെർപെൻഡിക്കുലർ ആയിട്ടാ വരിക അല്ലെ? നമുക്ക് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും, ഡി എസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. ഇനി 3 ഇട്ട സൈഡിൽ നോക്കുക, 3 ഇട്ട എൻഡില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? ലെഫ്റ്റ് സൈഡിലേക്കാണ് അല്ലെ? തിൻ ഷീറ്റ് ഓഫ് ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് അല്ലെ? അപ്പോ ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ലെഫ്റ്റ് സൈഡിലേക്കാണ് അവിടെ വരിക അല്ലെ? ചിത്രത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, ഒന്നുകൂടി ഒന്ന് നോക്കേ. 1, 2, 3 ആ 3 ഭാഗത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഡയറക്ഷൻ ആണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഓക്കെ. സോ ഇനി നമുക്ക് നമ്മുടെ ഡെറിവേഷൻ പാർട്ടിലോട്ട് പോവാം അല്ലെ? സോ ഇവിടെ നമുക്കറിയാം, ഈ ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജ് അല്ലെ, ഈ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ഗോസസ് തിയറം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്തെടുത്ത് എഴുതണം? ഗോസസ് തിയറം അല്ലെ? ബൈ ഗോസസ് തിയറം നമുക്ക് എങ്ങനെ എഴുതാം? ബൈ ഗോസസ് തിയറം ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ് അല്ലെ? ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് ഫൈ എന്ന് പറയുമ്പോൾ നമുക്ക് 3 പ്ലേസിലുള്ള ഫൈ നമ്മൾ കൺസിഡർ ചെയ്യണം അല്ലെ? ആദ്യം 2 എൻഡിലുള്ള ഫൈ കൺസിഡർ ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? 2 എൻഡിലുള്ള ഫൈ കൺസിഡർ ചെയ്യണം. പിന്നെ നമ്മൾ ആ ഒരു 1, 2, 3 അല്ലെ, നമുക്ക് ചിത്രം നമ്മൾ കണ്ടു. 1, 2, 3 ഈ 3 സൈഡിലുള്ള ഇലക്ട്രിക് ഫ്ലെക്സ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെയുള്ള ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയാൻ പറ്റുക. അപ്പൊ ഫൈ ഈസ് ഈക്വൽ ടു φ1 പ്ലസ് φ2 പ്ലസ് φ3 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണ് അല്ലെ? ഓക്കെ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ φ1 നോക്കുക. φ1 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്, ഇന്റഗ്രൽ ഈ ഡി എസ് വൺ ഉണ്ട് അല്ലെ? നമുക്ക് ഈ ഡി എസ് 1 കോസ് തീറ്റ. 1 എന്ന് പറയുന്ന സൈഡില് 1 എന്ന് ഇട്ടുകൊടുത്തുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രി അല്ലേ? രണ്ടും പാരലൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1 എന്ന് ഇട്ടുകൊടുത്ത് രണ്ടിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാ? തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആവും അല്ലെ? അപ്പൊ കോസ് 0 ഡിഗ്രി എന്ന് വരുമ്പോ നമുക്ക് ഇന്റഗ്രൽ ഇ ഡി എസ് 1 എന്ന് എഴുതിക്കൂടെ അല്ലെ? കോസ് 0 എന്ന് ആരും പറയും, സോറി, കോസ് 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ 1 ആണ് അല്ലെ? കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അവിടെ ഇന്റഗ്രൽ ഇ ഡി എസ് 1 എന്ന് കിട്ടും അല്ലെ? ഓക്കെ. ഇനി φ2 എന്ന് പറയുന്നിടത്ത് φ2 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് 2 എന്ന് കൊടുക്കാം. ഈ ഡി എസ് 2 കോസ് തീറ്റ അല്ലെ? നമ്മുടെ ഇക്വേഷൻ എഴുതി അല്ലെ? ഇനി ഇവിടെ തീറ്റ എത്രയാവൂടാ? 2 എന്ന് ഇട്ടുകൊടുത്ത് നിങ്ങൾ നോക്കുക, അവിടെ ഏരിയ വെക്ടറിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാവും? 90 ഡിഗ്രി അല്ലേ? നമ്മൾ പറഞ്ഞു അല്ലെ? 90 ഡിഗ്രി ആവും അല്ലെ? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരുന്നത്. 2 എന്ന് ഇട്ടുകൊടുത്തു കേട്ടോ. അവിടെ എങ്ങനെയാണ് ഏരിയ വെക്ടറിന്റെയും ഇലക്ട്രിക് ഫീൽഡിന്റെയും ഡയറക്ഷന് പരസ്പരം എന്താണ്? ഇതിന്റെ ഇടയിൽ വരുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ നമ്മള് കോസ് 90 ഡിഗ്രി ആവും നാം വരിക. കോസ് 90 ഡിഗ്രി എത്രയാ? 0 അല്ലേ? കോസ് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് അവിടെ φ2 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നത് φ2 ഈസ് ഈക്വൽ ടു 0 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ. ഇനി φ3 എത്രയാവും?
φ3 ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എസ് 3 കോസ് തീറ്റ അല്ലെ. ഇന്റഗ്രൽ ഇ ഡി എസ് 3 കോസ് തീറ്റ എത്രയാ? 3 എന്ന് പറയുന്ന പാർട്ട് നോക്കിക്കേ. 3 എന്ന് പറയുന്ന ചിത്രത്തിൽ നോക്കണേ. 3 എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണടാ ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാ? 0 ഡിഗ്രി ആണ് അല്ലേ. രണ്ടും ഒരേ ഡയറക്ഷനിലാവുമ്പോൾ 0 ഡിഗ്രി ആണ്. അപ്പൊ കോസ് 0 ഡിഗ്രി എന്നാണ് കിട്ടുക. കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്റഗ്രൽ ഇ ഡി എസ് 3 എന്ന് എഴുതാം അല്ലെ. ഇന്റഗ്രൽ ഇ ഡി എസ് 3 എന്ന് എഴുതാം അല്ലെ. ഓക്കെ. സോ നമ്മുടെ കയ്യിലുള്ള നമ്മളിപ്പോ എന്താ കണ്ടത്? ഫൈ ഈസ് ഈക്വൽ ടു φ1 പ്ലസ് φ2 പ്ലസ് φ3 ആണ് അല്ലെ നമ്മൾ എഴുതിയിരുന്നത്. ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. സോ നമുക്ക് ഫൈ എത്രയാ കിട്ടിയത്? സോറി, φ1 എത്രയാ കിട്ടിയത്? ഇന്റഗ്രൽ ഇ ഡി എസ് 1, φ2 കിട്ടിയത് 0, φ3 കിട്ടിയത് ഇന്റഗ്രൽ ഇ ഡി എസ് 3 ആണ് കിട്ടിയത് അല്ലെ. അപ്പൊ നമ്മൾ അതെല്ലാം നമ്മൾ എന്താണ് ആഡ് ചെയ്യാണ് അല്ലെ. ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡി എസ് 1 പ്ലസ് 0 പ്ലസ് ഇന്റഗ്രൽ ഇ ഡി എസ് 3 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി അല്ലെ. ഓക്കെ. ഇനി ഇവിടെ ഇടാൻ നമുക്ക് ഈ 0 നമുക്ക് കളഞ്ഞൂടെ? 0 നമുക്ക് അല്ലെ, 0 നമ്മൾ 0 ആണ്, അപ്പൊ നമുക്ക് അതെടുത്ത് എഴുതുന്നില്ല. പിന്നെ നമ്മൾ നോക്കുക, നമുക്ക് എന്ത് ചെയ്യാം, നമ്മള് ഇവിടെ പിന്നെ ബാക്കി ഇവിടെ എന്താ ഉണ്ടാവുക? ഈ ഇന്റഗ്രൽ ഇ ഡി എസ് 1 പ്ലസ് ഇന്റഗ്രൽ ഇ ഡി എസ് 3 ആണ് ഉണ്ടാവുക അല്ലെ. ആ രണ്ടെണ്ണത്തിലൂടെ ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ. ഇവിടെ നിങ്ങൾ ചിത്രത്തിൽ നോക്കണം. 1ഉം ഇ ഡി എസ് ഈ ഇന്റഗ്രൽ ഡി എസ് 1ഉം പ്ലസ് ഇന്റഗ്രൽ ഇന്റഗ്രൽ ഇ ഡി എസ് 3 ആണ് ഉള്ളത്. 1ഉം 3ഉം ആണ് അല്ലെ. അപ്പൊ 1, 3 എന്ന് പറയുന്ന സൈഡ് നോക്കിക്കേ ചിത്രത്തില്. 1, 3 എന്ന് പറയുന്ന സൈഡ്, ആ രണ്ട് സൈഡിലുള്ള അല്ലെങ്കിൽ ഇവിടെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അത് സെയിം അല്ലേ? 1, 3 എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് അത് സെയിം ആകൂലേ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് അല്ലേ? അല്ലെ. എല്ലായിടത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് സെയിം അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രലിൽ നിന്ന് പുറത്തേക്ക് ഇടാം അല്ലെ. ഇന്റഗ്രലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടാം. അപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിലും നമ്മൾ പുറത്തേക്ക് ഇടുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഇന്റഗ്രൽ ഡി എസ് 1 പ്ലസ് ഈ ഇന്റഗ്രൽ ഡി എസ് 3 എന്ന് കിട്ടും അല്ലെ. ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 അല്ലെ. ഓക്കെ. നിങ്ങളൊന്ന് പറയടാ, ഇവിടെ ഇന്റഗ്രൽ ഡി എസ് 1 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് എസ് എന്ന് പറയുന്നതിൽ നിന്നുള്ള ഒരു പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഡി എസ് 1 എന്ന് പറഞ്ഞ നമ്മൾ എടുത്തത് അല്ലെ. ഡി എസ് 3 എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് ഏരിയയിൽ നിന്നും എടുത്തിട്ടുള്ള ചെറിയൊരു പോർഷൻ ആണ് ഡി എസ് 3 എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റഗ്രൽ ഡി എസ് 1 ചെയ്ത് കഴിഞ്ഞാലും ഇന്റഗ്രൽ ഡി എസ് 3 ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ കംപ്ലീറ്റ് സർഫസ് ഏരിയനോട് ഈക്വൽ ആയിരിക്കും അത് അല്ലെ. നമ്മൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? കംപ്ലീറ്റ് സർഫസ് ആണ് അല്ലെ. കംപ്ലീറ്റ് സർഫസ് ഏരിയനോട് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇന്റഗ്രൽ ഡി എസ് 1 ഈസ് ഈക്വൽ ടു എസ് ആണ്. ഇന്റഗ്രൽ ഡി എസ് 3 ഈസ് ഈക്വൽ ടു എസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ എസ് നമ്മളിത് കൊണ്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വാട്ട് വി ഗെറ്റ്? ഇ എസ് പ്ലസ് ഇ എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം. സോ അപ്പൊ നമുക്ക് എഴുതാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? 2es ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഓക്കെ. പിന്നെ നമുക്ക് എസിനെ 2s നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കൂടെ? അപ്പൊ എങ്ങനെ എഴുതാം? ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 2s എപ്സിലോൺ 0 അല്ലെ. ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 2s എപ്സിലോൺ 0. ഇനി വേറൊരു കാര്യമുണ്ട്. നമ്മൾ ചാർജ് സ്ട്രേറ്റ് വയറിന്റെ നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഈ തിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ ഈ കേസിൽ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി പറയാം. എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. ഈ സർഫസ് ചാർജ് ഡെൻസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് സിഗ്മയാണ്. എന്താണ് കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് സിഗ്മയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കണേ, സിഗ്മ ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഏതൊരു ചാർജ് ഡെൻസിറ്റി ആണെങ്കിലും ചാർജ് ഡിവൈഡഡ് ബൈ അത് ഏതാണോ
അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. ഇപ്പൊ ഇവിടെ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്, അപ്പൊ സർഫസ് ഏരിയ കൊണ്ടാണ് ചാർജിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോ സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എസ് അല്ലേ. ഓക്കെ, സോ നമുക്ക് ഇനി നിങ്ങൾ നോക്കിക്കേ, നമ്മളുടെ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 2s എപ്സിലോൺ 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇതില് അല്ലെ, ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 2s എപ്സിലോൺ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 2s എപ്സിലോൺ 0 എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനില് ക്യൂ ബൈ എസ് എന്നുള്ളിടത്ത് നമുക്ക് സിഗ്മ ഇട്ട് കൊടുത്തൂടെ ഇല്ലേ. ക്യൂ ബൈ എസ് എന്നുള്ളിടത്ത് നമുക്ക് സിഗ്മ ഇട്ട് കൊടുത്തൂടെ. സോ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 അല്ലെ. സോ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്നാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത്. ഇത് എന്താണ്? ഇത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു തിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണ് അല്ലെ. ഒരു തിൻ ഷീറ്റ് ഓഫ് ചാർജ് ഉണ്ട്, ആ തിൻ ഷീറ്റ് ഓഫ് ചാർജിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളിപ്പോ കണ്ടെത്തിയത്. അത് എത്രയാണ്? ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0. ഓക്കെ, സോ നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്തത്? നമ്മളിവിടെ ഗോസസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു തിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡും നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നു. ഓക്കെ അല്ലെ, തിൻ ഷീറ്റ് ഓഫ് ചാർജിന്റെ ഇലക്ട്രിക് ഫീൽഡും നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഗോസസ് തിയറം ഉപയോഗിച്ചുകൊണ്ട്. ഇനി നമുക്ക് ഗോസസ് തിയറത്തിന്റെ മൂന്നാമത്തെ അപ്ലിക്കേഷനിലോട്ട് പോകാം അല്ലെ. ഓക്കെ, സോ മൂന്നാമത്തെ അപ്ലിക്കേഷൻ എന്താണ്? ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ചാർജഡ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ. ഒരു ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഒരു ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ ഉണ്ട്. ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ ചിത്രത്തില് നിങ്ങൾ കണ്ടോ? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ് അല്ലെ, ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞുകൊണ്ട് 6 റേഡിയസ് ഉള്ള ഒരു ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ ആണ്. ക്യാപിറ്റൽ ആർ എന്ന് റേഡിയസ് ഉള്ള ഒരു ചാർജ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ ആണ്. ഇനി ഇതെന്താണ്? ഒരു ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ചാർജ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടറിന് ചുറ്റും നമ്മൾ എന്ത് വരക്കും? ഒരു ഗോഷിയൻ സർഫസ് വരക്കും അല്ലെ. ആ ഗോഷിയൻ സർഫസ് ആണ് ഇവിടെ വരച്ചിട്ടുള്ള ആ ഒരു ഡോട്ടഡ് സ്ഫിരിക്കൽ സർഫസ്. ഓക്കെ, ഗോഷ്യൻ സർഫസ് ആണ് ഡോട്ടഡ് സ്ഫിരിക്കൽ സർഫസ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുള്ളത്. ആ ഡോട്ടഡ് സ്ഫിരിക്കൽ സർഫസിന്റെ ആകുന്ന ഗോഷ്യൻ സർഫസിന്റെ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഇവിടെ സ്മോൾ ആർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇനി പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ആ ഒരു ചാർജ്ഡ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടറിൽ നിന്നും വരുന്ന ഇലക്ട്രിക് ഫീൽഡ്, ആ പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ആ ചാർജ്ഡ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടറിൽ നിന്ന് വരുന്ന അവിടെ എത്രയാണ് പി എന്ന് പറയുന്ന പോയിന്റിൽ എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ പി എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ ശരിക്കും ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? അല്ലെ, നോർമൽ ആയിരിക്കും അല്ലെ. സർഫസിന് നോർമൽ ആയിട്ടാവും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക. ഡി എസിന്റെ ഡയറക്ഷൻ എങ്ങനെയാവും? അതും നോർമൽ ആയിട്ടാണ് അല്ലെ. ആ ഒരു സർഫസ് നമുക്ക് ചിത്രത്തിൽ കാണാം. ആ ഒരു സർഫസിന് നോർമൽ ആയിട്ടായിരിക്കും ഏരിയ വെക്ടർ ഡി എസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ചിത്രം നിങ്ങൾക്ക് മനസ്സിലായോ? ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടറിന്റെ റേഡിയസ് ആണ്. സ്മോൾ ആർ എന്ന് പറയുന്നത് ആ ഒരു ഗോഷിയൻ സർഫസിന്റെ റേഡിയസ് ആണ്. ഓക്കെ, ചിത്രം മനസ്സിലായില്ലേ? പിന്നെ ഇവിടെയുള്ള ഈ ഒരു ചാർജ്ഡ് ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടറിന്റെ ചാർജ് എത്രയാണ്? അതിന്റെ സർഫസിലുള്ള ഒരു കാര്യം ഇതെന്താണ്? ഇതൊരു ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടർ ആണ് അല്ലെ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചാർജ്ഡ് ആയിട്ടുള്ള ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ ആണ്, ഉള്ളിലൊന്നുമില്ല. അപ്പോ ഇതിന്റെ സർഫസിലുള്ള ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? ക്യൂ ആണ്. ഓക്കെ, ക്യൂ ബി ദ ടോട്ടൽ ചാർജ് ഓൺ ദ സർഫസ്. സർഫസിലുള്ള ടോട്ടൽ ചാർജ് ക്യൂ ആണ്. ഓക്കെ, സോ ഇതെന്താണ്? ഇത് ഗോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഡെറിവേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതും? ഡെറിവേഷൻ എഴുതുമ്പോൾ നമ്മള് ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതും അല്ലെ. ഓക്കെ, സോ ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്ത് എഴുതും? ഇന്റഗ്രൽ
ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അല്ലെ, ഗോസസ് തിയറത്തിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതി. ഇനി എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. അല്ലെ, ഓക്കെ. ഇനി ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ എത്രയാ, തീറ്റ എത്രയാ? ചിത്രം നോക്കിക്കേ, എത്രയാണ്? രണ്ടും ഒരേ ഡയറക്ഷനിലാവും അല്ലെ. അപ്പൊ നമുക്ക് അവർക്കിടയിലുള്ള ഇന്റെയും ഡി എസിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രിയാണ് അല്ലെ. അപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ് 0 ഡിഗ്രി ആണ്. കോസ് 0 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇൻറ്റു 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇന്റഗ്രൽ ഇ ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം അല്ലെ. ഇന്റഗ്രൽ ഇ ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം അല്ലെ. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ അല്ലെ. ഇന്റഗ്രൽ ഇ ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇ എന്ന് പറയുന്നത് അല്ലെ, നമ്മുടെ ഇക്വേഷനിൽ നോക്കുക, നമ്മുടെ ഇന്ത്യയിൽ ഇ ഡി എസ് ഈസിക്കൽ ക്യൂബ് എപ്സിലോൺ 0 ആണല്ലോ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ആ ഒരു ഗോഷിയൻ സർഫസിലെ ഗോഷിയൻ സർഫസിന്റെ ഏതൊരു ഭാഗത്തും ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം ആകൂലേ? എല്ലായിടത്തുള്ള ആ ഗോഷ്യൻ സർഫസിന് ഗോഷ്യൻ സർഫസിൽ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെയൊക്കെ ഉള്ള ആ ഒരു ചാർജ് ഹോളോ സ്ഫെറിക്കൽ കണ്ടക്ടറിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് എല്ലായിടത്തും സെയിം ആകൂലേ? അപ്പൊ ഈ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ ഈ നമുക്ക് പുറത്തേക്ക് ഇടാം അല്ലെ. അപ്പൊ ഈ പുറത്തേക്ക് ഇടുമ്പോൾ ഈ ഇന്റഗ്രൽ ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം അല്ലെ. ഇനി എടാ, ഇവിടെ ഇന്റഗ്രൽ ഡി എസ് എത്രയാ? ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് എവിടെയാ നോക്ക്, ഗോഷ്യൻ സർഫസിന്റെ ഒരു പോർഷൻ ആണ് ഡി എസ് എന്ന് പറയുന്നത് അല്ലെ. ചിത്രത്തിൽ നോക്കണേ, ഗോഷ്യൻ സർഫസിന്റെ ഒരു പോർഷൻ ആണ് ഡി എസ് എന്ന് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റ് ഗോഷ്യൻ സർഫസ് ആകും, ഗോഷ്യൻ സർഫസിന്റെ ഏരിയ ആണ് ഇന്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത്. ഇന്റഗ്രൽ ഡി എസ് എത്രയാവും? ഇവിടെ ഗോഷ്യൻ സർഫസ് സ്ഫിയർ ആണ് അല്ലെ. സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്താണ്? 4πr² അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇന്റഗ്രൽ ഡി എസ് എന്നുള്ളത് നമ്മൾ 4πr² എന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് അല്ലെ. അപ്പോ ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 എന്ന് എഴുതാം അല്ലെ. ഓക്കെ. സോ ഇനി നമുക്ക് 4πr² നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r² ആണ് നമ്മളുടെ ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടറിൽ നിന്നും ചാർജ്ഡ് ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടറിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. എന്താണ്? ചാർജ്ഡ് ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടറിൽ നിന്നുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r² ആണ് ഇക്വേഷൻ. ഓക്കെ. സോ ഗോസ് തിയറം വെച്ചിട്ട് നമ്മൾ ചാർജ്ഡ് ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ കണ്ടെത്തി അല്ലെ. ഇക്വേഷൻ കിട്ടി നമുക്ക്. ഇതെടാ, ഒരു കാര്യം നമ്മളിപ്പോ ഇവിടെ കണ്ടെത്തിയതേ ഈ ചാർജ്ഡ് ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടറിന്റെ പുറത്തുള്ള ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളിപ്പോ കണ്ടെത്തിയത് അല്ലെ. ചിത്രം നോക്കുക അല്ലെ. പി എന്ന് പറയുന്ന പോയിന്റ് എവിടെയാ കിടക്കുന്നത്? ഔട്ട്സൈഡ് ദ ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടർ ആണ്. അപ്പോ ചാർജ്ഡ് ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടറിന്റെ പുറത്തുള്ള പി എന്ന് പറയുന്ന ഔട്ട്സൈഡിലുള്ള പി എന്ന് പറയുന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ഈ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r² എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു കേസ് എടുക്കാം. കേസ് 1 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ല് എത്രയാവും? ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെല്ലിൽ 0 ആണ്. എങ്ങനെയാണ് ആ ഒരു ഷെല്ലിന് അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്നത്? എങ്ങനെയാവും? നിങ്ങൾ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ബൈ r² ആണല്ലേ. എടാ, ഷെല്ലിന്റെ ഇൻസൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ഇൻസൈഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഈ ഒരു പോർഷൻ അല്ലെ. ഇൻസൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ. അവിടെ ക്യൂ എന്ന് പറയുന്നത് എത്രയാ? അവിടെ ക്യൂ എന്ന് പറയുന്നത് എത്രയാ? ക്യൂ ഉണ്ടോ? നമ്മൾ പറഞ്ഞു ഇതൊരു ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടർ ആണ് അല്ലെ. അപ്പോ ഷെല്ലിന്റെ ഉള്ളില് ചാർജ് ഉണ്ടോ? ഇല്ല. സർഫസിലാണ് ക്യൂ എന്ന് പറയുന്നത്. സർഫസിലുള്ള ടോട്ടൽ ചാർജ് ആണ് ക്യൂ എന്ന് പറയുന്നത്. ഹോളോസ്ഫിരിക്കൽ കണ്ടക്ടർ ആണ്. അപ്പൊ അതിന്റെ അകത്ത് എന്തില്ല? ചാർജ് ഇല്ല.
ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇക്വേഷനില് നമുക്ക് ഇക്വേഷനില് ക്യൂവിന്റെ അവിടെ നമുക്ക് 0 ഇട്ട് കൊടുത്തൂടെ? ക്യൂവിന്റെ അവിടെ 0 ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾക്ക് ഇ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 0 ആയിരിക്കും അല്ലേ? ഇ എന്ന് പറയുന്നത് നമുക്ക് 0 ആയിരിക്കും കിട്ടുക. അപ്പൊ അതുകൊണ്ടാ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈസ് 0. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ ഈസ് 0. ഇനി അടുത്ത കേസ് എന്താണ്? അറ്റ് ദ സർഫസ് ഓഫ് ദ ഷെൽ, ഷെല്ലിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാവും? എവിടെയാണ് ചോദിച്ചത്? ഷെല്ലിന്റെ സർഫസിൽ. സർഫസ് എന്ന് പറയുന്നത് ഇവിടെ അല്ലെ, നമ്മുടെ സർഫസ് അല്ലെ, ആ ഒരു സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിച്ചിട്ടുണ്ട്. ആ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ചോദിക്കുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമുക്ക് എന്ത് മാറ്റാണ് കൊടുക്കാൻ പറ്റുക? ഇവിടെ ഇക്വേഷനിൽ ഒരു സ്മോൾ ആർ ഉണ്ട് അല്ലെ. സ്മോൾ ആർ എന്ന് പറയുന്നത് അത് നമ്മളിവിടെ കൺസിഡർ ചെയ്ത് ഗോഷ്യൻ സർഫസിലോട്ടുള്ള ആറാണ്. ഗോഷ്യൻ സർഫസിന്റെ ആറാണ് സ്മോൾ ആർ എന്ന് പറയുന്നത്. ആ സ്മോൾ ആറിന്റെ പ്ലേസിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് സർഫസ് ഓഫ് ദി ഷെൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ആറിന്റെ പ്ലേസിൽ ക്യാപിറ്റൽ ആർ എന്ന് ഇട്ട് കൊടുക്കാം അല്ലെ. സർഫസിലോട്ടുള്ള റേഡിയസ് എന്ന് പറയുന്നത് ആറാണ്, ക്യാപിറ്റൽ ആറാണ്. സോ നമുക്ക് സ്മോൾ ആറിന്റെ പ്ലേസിൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം? നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും അല്ലെ. ആർ ഈസിക്കൽ ടു ആർ എന്ന് ഇട്ട് കൊടുക്കാം. ക്യാപിറ്റൽ ആർ ഇട്ടു, ആർ ഈസിക്കൽ ടു ക്യാപിറ്റൽ ആർ എന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ആറിന്റെ പ്ലേസിൽ നമ്മൾ ക്യാപിറ്റൽ ആർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ത് കിട്ടും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r² എന്നായിരിക്കും ഇക്വേഷൻ അല്ലെ. സോ സർഫസ് ഓഫ് ദ ഷെല്ലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q/r² ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിത് പഠിക്കുമ്പോൾ. നമ്മളൊരു ഷെല്ലിന്റെ ഔട്ട്സൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇൻസൈഡിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, സർഫസ് ഓഫ് ദ ഷെല്ലിലുള്ള ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങനെ 3 ഇലക്ട്രിക് ഫീൽഡുകളാണ് നമ്മൾ ഈ ഒരു ചാർജ്ഡ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ ഈ ഒരു ഒറ്റ ഡെറിവേഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഈ 3 കേസുകളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻസൈഡ് ദ ഷെൽ, ഔട്ട്സൈഡ് ദ ഷെൽ, സർഫസ് ഓഫ് ദ ഷെൽ. ഈ 3 കേസുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഈസി ആണല്ലേ? സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ അല്ലെ. ഇക്വേഷൻ നമുക്ക് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കേസും നമുക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും അല്ലെ. നമുക്ക് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ, പെട്ടെന്ന് നമുക്ക് കിട്ടും, നമുക്ക് കിട്ടും ഇത് അല്ലെ. ഇക്വേഷന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരു ചാർജ്ഡ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടറിന്റെ ഔട്ട്സൈഡ് ദ ഷെൽ, ഇൻസൈഡ് ദ ഷെൽ, സർഫസ് ഓഫ് ദ ഷെല്ലിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മളിപ്പോ ഇവിടെ ഗോസസ് തിയറം യൂസ് ചെയ്തിട്ട് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം, ഈ ഇൻസൈഡ് ദ ഷെല്ല് നമ്മൾ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇൻസൈഡ് ദ ഷെല്ലില് ഇവിടെ ഇൻസൈഡ് ദ ഷെൽ നമ്മൾ പറഞ്ഞു. ഇൻസൈഡ് ദ ഷെല്ല് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നമ്മൾ കണ്ടു അല്ലെ. ചാർജ് 0 ആകും അവിടെ. ഷെല്ലിന്റെ അകത്ത് ചാർജ് ഇല്ല. ചാർജ് ഹോളോ സ്ഫിരിക്കൽ കണ്ടക്ടർ ആയതുകൊണ്ട് ഷെല്ലിന്റെ ഉള്ളില്, ഇൻസൈഡ് ദ ഷെല്ലില് Q എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് E ഈസിക്കൽ ടു 0 ആണ് ഇൻസൈഡ് ദ ഷെല്ല് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതിന് നമ്മൾ വിളിക്കാം ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ്. എന്താ പറയാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്? ദി വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ് കോൾഡ് ആസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. എന്താണ്? ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വാനിഷ് ആകുക, അതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഒരു കണ്ടക്ടറിനകത്ത് ഇപ്പോ ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ, ആ കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആകുന്നത് എപ്പോഴാണ്? അവിടെയുള്ള Q എന്ന് പറയുന്നത് 0 ആകുമ്പോൾ അല്ലെ. അപ്പൊ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിനകത്ത് 0 ആണെങ്കിൽ അതിനെയാണ്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് വാനിഷ് ആകുക, അതിനെ നമ്മൾ വിളിക്കുക എന്താ പറയാ? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ് പറയാം.
സോ ഇൻസൈഡ് ഒരു കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. അതിനെ നമ്മൾ വിളിക്കുക ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. E=0 ആകുന്നതിനാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്ങിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഈ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ, അല്ലെ, ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ വണ്ടിന്റെ അകത്തിരിക്കുക എന്ന് പറയുന്നത് സേഫ് ആണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയൂല, അല്ലെ. നമ്മളൊരു വാഹനത്തിന്റെ അകത്ത് നമ്മൾ ഇടിയും മിന്നലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു വാഹനത്തിന്റെ അകത്തിരിക്കല് ഭയങ്കര സേഫ് ആണ്. കാരണം അത് എന്തുകൊണ്ടാ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഒരു വെഹിക്കിൾ, ഇപ്പൊ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാകും, ഒരു വെഹിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വണ്ടി എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇരുമ്പൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. ഒരു 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 വണ്ടി അല്ലെങ്കിൽ ഒരു കാർ, അല്ലെ, ഒരു കാറൊക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, ഒരു ഇരുമ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇരുമ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതെന്താണ്, അത് ഇരുമ്പൊക്കെ എന്താണ്, ഒരു കണ്ടക്ടർ ആണ്, അല്ലെ, ഒരു കണ്ടക്ടർ ആണ്. അപ്പൊ ഒരു വണ്ടി, ഒരു ബസ് ആണെങ്കിലും കാർ ആണെങ്കിലും ഒക്കെ എന്താണ്, ഒരു വാഹനം ഒരു കണ്ടക്ടർ ആയിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കണ്ടക്ടറിനകത്തുള്ള ഒരു ഹോളോ സ്പേസ്, ഒരു കാറിനകത്ത് അല്ലെങ്കിൽ ഒരു ബസ്സിനകത്തൊക്കെ എങ്ങനെയാണ്, ഒരു ഹോളോ സ്പിരിക്കൽ കണ്ടക്ടറിന് ഈക്വൽ ആണത്, അല്ലെ. ഒരു ഹോളോ സ്പിരിക്കൽ കണ്ടക്ടർ, ഒരു ഹോളോ കണ്ടക്ടറിന് ഈക്വൽ ആണത്. ഒരു ഹോളോ കണ്ടക്ടറിന്റെ അകത്ത് എങ്ങനെയായിരിക്കും, ഇപ്പൊ ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ ഒക്കെ വരുന്ന ഒരു ചാർജ്ഡ് ആണ്, അല്ലെ. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ എന്താണ്, ചാർജ്ഡ് ആണ്, അല്ലെ. അപ്പോ എന്താണ്, ഒരു ലൈറ്റ്നിങ്ങും തണ്ടറൊക്കെ ഉണ്ടാവുന്ന സമയത്ത്, ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുമ്പോൾ ഇതൊരു കണ്ടക്ടർ ആണ്. അപ്പൊ അതിന്റെ പുറത്തു കൂടെ തണ്ടറും ലൈറ്റ്നിങ്ങും ഒക്കെ ഉണ്ടാകുമ്പോൾ പുറത്തേക്ക് ചാർജ് വരികയാണ്, അല്ലെ. ലൈറ്റ്നിങ് ഒക്കെ എന്താണ്, ചാർജ് ആണല്ലോ, അല്ലെ. ചാർജ് കൊണ്ട് ഉണ്ടാകുന്നതാണ് ലൈറ്റ്നിങ്, അല്ലെ. ഫ്ലോ ഓഫ് ചാർജസ് ആണ് ലൈറ്റ്നിങ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോ ആ ചാർജ് വന്നിട്ട് കണ്ടക്ടറിന്റെ പുറത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, അത് കണ്ടക്ടറിന്റെ പുറത്തുകൂടെ തന്നെ അതെന്ത് ചെയ്യും, മണ്ണിന്റെ അടിയിലേക്ക് പോകും. അല്ലാതെ ഒരിക്കലും ആ ഹോളോ സ്പിരിക്കൽ, അതൊരു വാഹനം എന്ന് പറയുന്നത് ഹോളോ സ്പിരിക്കൽ കണ്ടക്ടർ ഹോളോ സ്പിരിക്കൽ അല്ല, ഹോളോ കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അകത്തേക്ക് എന്ത് ചെയ്യൂല, അത് അകത്തേക്ക് വരില്ല. കാരണം അകത്തേക്ക് എന്താണ്, ഒരു ഹോളോ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അകത്തേക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ലൈറ്റ്നിങ് എന്ത് ചെയ്യില്ല, വരൂല. ഓക്കെ, ലൈറ്റ്നിങ് അകത്തേക്ക് വരൂല. അവിടെ എപ്പോഴും എന്ത് ചെയ്യും, കണ്ടക്ടറിനകത്ത് ഹോളോ കണ്ടക്ടർ ആണെങ്കിൽ അകത്ത് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും 0 ആയിരിക്കും. അകത്തേക്ക് ഇതിലൊരിക്കലും ലൈറ്റ്നിങ്ങിന് ഉള്ളിലേക്ക് വരാൻ പറ്റൂല, അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിലുള്ള ചാർജസിന് ഉള്ളിലേക്ക് വരാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്ത് തട്ടൂല, അകത്തേക്ക് വരാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഉള്ളിലിരിക്കുന്ന ആൾക്കാർ എന്തായിരിക്കും, വാഹനത്തിനകത്തിരിക്കുന്ന ആൾക്കാർ സേഫ് ആണ്. അകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, 0 ആണ്. അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് നടക്കുന്നു. അകത്തുള്ളവർ അതുകൊണ്ട് തന്നെ സേഫ് ആയിരിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതെന്താണ്, ഇതൊരു അപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ. ഓക്കെ, സോ ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇലക്ട്രിക് ഫ്ലെക്സ് എന്താണെന്ന് പറഞ്ഞു, അല്ലെ. പിന്നെ നമ്മള് കോസസ് തിയറം പറഞ്ഞു, അല്ലെ. കോസസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻസും പറഞ്ഞു, അല്ലെ. സോ നമുക്ക് ഇന്ന് നമ്മുടെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം, അല്ലെ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.